ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ നീളും. അങ്ങനെ വിളിച്ചു പറ. നീ വേഗം പോയിട്ട് വാ. പോയിട്ട് വരട്ടെ അമ്മ. അളിയ പിന്നെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഞാൻ താഴെ ആയിരിക്കും താമസിക്കുന്നത്. നിങ്ങളും തക്കളിങ്ങളും ഇവിടെ താമസിച്ചോളൂ. അതെന്താ മോള് വളർന്നവരല്ലേ, ഇനി എല്ലാം അവക്കുള്ളതല്ലേ. അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. അളിയും സന്തോഷമായിട്ട് പോയിട്ട് പാടിയാ. പോയിട്ട് വന്നില്ലെങ്കിലോ? നീ വേണ്ടാത്തൊന്നും പറയരുത്. സമാധാനമായിട്ട് എല്ലായിടത്തും പോയിട്ട് വന്നാൽ മതി കേട്ടോ അളിയാ. ഹാപ്പി ജേണി ജമന്തി, ഹാപ്പി ജേണി. അങ്ങനെ നോക്കല്ല, വീട് ഭൂമിയിലോട്ട് താന്നു പോകും. ഞാൻ വീട് നോക്കിയല്ല, തങ്ക മഴ വരണുണ്ടോ നോക്കിയതാ. കുറച്ച് ഫർണിച്ചർ മേടിക്കണം എവിടെ? വീട്ടിലേ. എന്തായാലും അവൻ സന്തോഷത്തോടെ തരാമെന്ന് പറഞ്ഞേക്കല്ലേ. ഞാനേ ഒന്നും പറയണില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു വീടും പറമ്പും മേടിക്കും. അല്ലെങ്കിൽ ഇതേ പാലായിൽ കുറേ ഫർണിച്ചർ മേടിച്ചിട്ട് ഇനി ഫർണിച്ചർ മേടിക്കാൻ കൊതിയാണെങ്കിലും ഫർണിച്ചർ മേടിക്കാൻ വന്നേക്കും. ഓ എൻ്റെ കർത്താവ്, ഒരുത്ത സന്തോഷത്തോടെ വീട് തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടാന്ന്. ഞാൻ മഹാബലിയൊന്നുമല്ല അത്ര ത്യാഗം സഹിക്കാൻ. പെയിൻറ്റും കൂടെ അടിക്കും. അവൻ ചിന്തിച്ച് കാണും ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി സമ്പാദിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ക്ഷേത്രങ്ങൾ തോറും കയറി ഇറങ്ങി നടക്കുന്നത്. നമുക്ക് ചായ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്ക് ചായ വേണ്ട, ഒരു കുന്തവും വേണ്ട. നീ ഒന്ന് അവനെ വിളിച്ച് നോക്ക്. നീ നോക്ക്, 3 ആഴ്ചയാവൻ പോയിട്ട്. ഒന്ന് വിളിച്ച് നോക്ക്. അമ്മ എന്തറിഞ്ഞിട്ട് ഞാൻ വിളിക്കാതിരിക്കുന്നത് തോന്നുന്നുണ്ട്. എത്ര ദിവസമായിന്നറിയാം അവനെ വിളിക്കണം, ഫോണിൽ കിട്ടണ്ടേ. അവന് ഈ കുടുംബത്തോടൊന്നും സ്നേഹമില്ല. അല്ലാതെ അവനൊന്ന് വിളിക്കൂലായിരുന്നു ഇങ്ങോട്ടെങ്കിലും. അല്ല, ഞാനിടയ്ക്ക് വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. റേഞ്ചില്ലാതെ തോന്നുന്നു. എവിടെ നിൽക്കണം ക്ലീറ്റോ? ഒന്നുകൂടെ ഒന്ന് വിളിക്കുക ക്ലീറ്റോ. ഇതെന്തോന്ന് പോക്കല്ലേ. പിന്നെ രണ്ടാളും കൂടെ സന്യാസത്തിനാണ് പോയിക്കണത്. ഒരു കാര്യം, വീട്ടിലിവിടെ ആൾക്കാരുണ്ടെന്നുള്ളൊരു ചിന്ത വേണ്ടേ? വിളിച്ച് നോക്ക് എന്തായാലും. ഒന്ന് കിട്ടണേ. റേഞ്ച് കിട്ടിയാൽ മതിയായിരുന്നു നേരത്തെ. അളിയാ, ഇത് എവിടെ അളിയാ? ഒന്ന് വിളിക്കണ്ടേ? ഞങ്ങളൊക്കെ ഇവിടെ ആകെ ബഹലാദപ്പെട്ടിരിക്കല്ലേ. എവിടെ എവിടെ? മധുരയിലാ? ആ, ഇങ്ങോട്ട് വരണ വഴിയാ. ആ, പിന്നെ തിരുനെല്ലൂര് നാഗർകോവില് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും. ഇവിടെ എല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, അമ്മയുണ്ട്. ഞാൻ കൊടുക്കാം, അമ്മയെ കൊടുക്കാം. മക്കളെ, നീ എവിടെയായി? ഹലോ ഹലോ, പുറത്തോട്ട് ഇറങ്ങി നോക്ക്, പുറത്തോട്ട് ഇറങ്ങി കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. അതല്ലേ ഞാൻ പറഞ്ഞത്, അത് പറയും. അവൻ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. മധുര കഴിഞ്ഞു, മധുരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണടി. ഇപ്പം തിരുനെല്വേലി നാഗർകോവിൽ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും. നോക്കട്ടെ, നോക്കട്ടെ. അല്ല, ഈ കണ്ട ഹോട്ടലുകളിലൊക്കെ കയറി ഇറങ്ങി അവന്റെ വയറ് കേടായി കാണും. ഇപ്പം നമുക്ക് ഇച്ചിരി മീൻ മേടിച്ച് പറ്റി. എന്റെ ആളിയാണ് സന്തോഷിപ്പിക്കാനായിട്ട് നല്ല ഭക്ഷണം ഞാൻ കൊടുക്കും. ചിക്കൻ, മട്ടൺ, മീൻ എല്ലാം ഉണ്ടാകും.
എത്ര നാളായി അളിയൻ പോയിട്ട്? അന്നാ കടയിൽ പോയിട്ട് വാ, സാധനങ്ങളൊക്കെ മേടിക്കണം. മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ? എന്റെ അളിയന്റെ സന്തോഷം എന്റെ സന്തോഷം. ഇനി ഒരു ചായ തരട്ടെ? ഇനി ഒരു ചായ തരട്ടെ? വേഗം പോ, കടയിൽ പോയിട്ട് വാ. അമ്മയ്ക്ക് ചായ ഇടാൻ ഞാൻ. 500 രൂപ ചില്ലറ വേണോ? എന്തിന്? എന്റെ ഇരിക്കുന്നത് ചില്ലറ നോട്ടാണേ. സാധനം മേടിക്കാൻ പോവാന് കാണുമോ? അല്ലെങ്കിൽ ചില്ലറ വന്നാലും മതി, ഞാൻ വന്നിട്ട് തിരിച്ചു തരാം. ക്ലീറ്റോ? ഓ ഞാൻ പോയിട്ട് വരാം. എന്ത് പറയാനാ കൃഷ്ണ, കുട്ടി എത്തിയാൽ മതിയായിരുന്നു.